ലോകത്തെ നടുക്കിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ ജമ്മു കാശ്മീരിൽ വൻ പ്രതിഷേധം ആളിപ്പടരുന്നു. ശനിയാഴ്ച പുലർച്ചെ ഇറാനിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് താഴ്വരയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. ജമ്മു കാശ്മീരിലെ ഷിയ മുസ്ലിം വിഭാഗം ഒന്നടങ്കം തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം അതീവ ജാഗ്രതയിലാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെയും പ്രിയ നേതാവിന്റെ വിയോഗത്തിൽ അനുശോചിച്ചുമാണ് ആയിരങ്ങൾ പ്രതിഷേധങ്ങൾ പ്രകടനങ്ങളിൽ അണിനിരന്നത്. ശ്രീനഗറിലെ തെരുവുകളിൽ കറുത്ത കോടുകൾ ഏന്തിയും മാറത്തടിച്ചും വിലാപയാത്രകൾ നടന്നു. യുഎന്നിന്റെ മിലിറ്ററി ഒബ്സർവേഷൻ ഗ്രൂപ്പ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് നടന്ന മാർച്ച് ഏറെ സംഘർഷഭരിതമായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി നടത്തിയ ഈ കൊലപാതകത്തിൽ ഐക്യരാഷ്ട്രസഭ മൗനം പാലിക്കുമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ശ്രീനഗറിന് പുറമെ ബന്ദിപ്പോറ, സോനാവാരി എന്നിവിടങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടമായി എത്തിച്ചേർന്നതോടെ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രകടനക്കാർ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ശനിയാഴ്ച പുലർച്ചെ ഇറാൻ തലസ്ഥാനത്ത് നടന്ന മിന്നലാക്രമണം അതീവ രഹസ്യമായാണ് അമേരിക്കയും ഇസ്രായേലും ആസൂത്രണം ചെയ്തത്. ഖമേനിയുടെ ഓഫീസ് കെട്ടിടത്തെ ലക്ഷ്യമാക്കി നടന്ന ഈ ആക്രമണത്തിൽ അത്യാധുനിക മിസൈലുകളാണ് ഉപയോഗിച്ചത്. കെട്ടിടത്തിനുള്ളിൽ ഖമേനിയുള്ള സമയം കൃത്യമായി കണക്കാക്കിയായിരുന്നു ആക്രമണം. ഈ ആക്രമണത്തിൽ ഖമേനിയുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നത് സംഭവത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾ, പേരക്കുട്ടി, മരുമകൾ എന്നിവർ ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്നു. കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ ഈ നീക്കം ലോകവ്യാപകമായി മനുഷ്യാവകാശ പ്രവർത്തകരുടെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഖമേനിക്ക് പുറമെ ഇറാന്റെ സൈനിക പ്രതിരോധ തലപ്പത്തുള്ള പ്രമുഖരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രതിരോധ മന്ത്രി അമീർ നാസിർസാദെ, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് പക്പൗർ എന്നിവരുടെ മരണം ഇറാന്റെ സൈനിക ശേഷിക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. പ്രതിരോധ തലപ്പത്തുള്ളവർ ഒത്തുകൂടിയ സമയത്താണ് ആക്രമണം നടന്നതെന്നത് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സംഭവിച്ച വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത സമിതിയെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംയുക്ത നീക്കം നടന്നതെന്ന് വ്യക്തം. നേതാവിന്റെ വിയോഗത്തിൽ ഇറാൻ സർക്കാർ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തെ പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും വിലാപ പ്രാർത്ഥനകൾ നടക്കുകയാണ്. ഇറാൻ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങി തങ്ങളുടെ നേതാവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു. ഈ വിയോഗം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കും. പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന് മുന്നിലുള്ളത്. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സങ്കീർണമാകും. അമേരിക്കയും ഇസ്രായേലും ഈ നീക്കത്തെ തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ ശക്തമായി അപലപിച്ചു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ വധിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാശ്മീരിലെ പ്രതിഷേധം ലഡാക്കിലെ കാർഗിൽ മേഖലയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കശ്മീരിൽ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. ഖമേനിയുടെ മരണം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കും. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സംഘടനകൾ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നത് ആഗോള വിപണിയും എണ്ണവിലയും ബാധിച്ചേക്കാം. ഒരു വലിയ യുദ്ധത്തിലേക്കാണ് ലോകം നീങ്ങുന്നതെന്ന ഭീതി ശക്തമാണ്. താഴ്വരയിലെ ജനതയുടെ പ്രതിഷേധം കേവലം വൈകാരികമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ഇറാനുമായി പുലർത്തുന്ന ആത്മീയ ബന്ധത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ചലനങ്ങൾക്കും പശ്ചിമേഷ്യയും അതോടൊപ്പം ജമ്മു കാശ്മീരും സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്.